അമ്പഴക്കാട് സെന്റ് തോമസ് പള്ളിയിൽ മന്ത്രി OJ ജനീഷിനായി നേർന്ന നേർച്ച സഫലീകരിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് OJ ജനീഷ് MLAയും പിന്നീട് മന്ത്രിയുമായതോടെ അദ്ദേഹത്തിന്റെ വിജയത്തിനായി മാസങ്ങൾക്ക് മുമ്പ് നേർന്ന ഭക്തിപൂർവ്വം നിറവേറ്റിയ മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സോണി ഫ്രാൻസിസ് ആണ്. OJ ജനീഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം വിജയിച്ച് നിയമസഭയിൽ എത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് മാള യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സോണി ഫ്രാൻസിസ് അമ്പഴക്കാട് സെന്റ് തോമസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായ്ക്ക് നേർച്ച നേർന്നത്. പിന്നീട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനീഷ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായതോടെ മാസങ്ങൾക്ക് മുമ്പ് നേർന്ന ആ പ്രാർത്ഥനയുടെ സഫലീകരണമായി മന്ത്രി നേരിട്ടെത്തി അമ്പഴക്കാട് പള്ളിയിൽ നേർച്ച സമർപ്പിച്ചു. ചടങ്ങിൽ ഇടവക അംഗങ്ങളുമായും നാട്ടുകാരുമായും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുമായും മന്ത്രി സൗഹൃദം പങ്കിട്ടു. തന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സഫലമായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മന്ത്രി നേരിട്ടെത്തി നേർച്ച സമർപ്പിച്ചത് ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്നും സോണി ഫ്രാൻസിസ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചപ്പോൾ OJ ആണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചത്. അന്ന് ഞാൻ എന്താ പറയുക, വിളിച്ചാൽ വിളി കേൾക്കുന്ന തോമസ് ലീഹായുടെ, അതായത് അമ്പഴക്കാട് സെന്റ് തോമസ് ദേവാലയത്തിലെ ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹായോട് ഒരു കാര്യം വെച്ചു. എന്തായാലും നിയമസഭയിലേക്ക് ഞങ്ങളുടെ OJനെ എത്തിക്കണം, അത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനൊരു നേർച്ച നേർന്നു. ആ നേർച്ച അർപ്പിക്കാനായിട്ട് OJ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ ദുഹറാന തിരുനാളാണ്. ഇത്രയും തിരക്കുകളുണ്ടായിട്ടും സാധാരണക്കാരനായ എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നതിൽ വളരെ സന്തോഷം. അമ്പഴക്കാട് പള്ളി കമ്മിറ്റി അംഗം കൂടിയായ സോണി ഫ്രാൻസിസ് OJ ജനീഷ് മന്ത്രി എന്ന നിലയിൽ ജനസേവനത്തിന് നേതൃത്വം നൽകുന്നതിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞു. രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം വിശ്വാസത്തിന്റെയും നന്ദിയുടെയും മാനുഷിക ബന്ധങ്ങളുടെയും സന്ദേശമാണ് ഈ ചടങ്ങ് നാട്ടുകാർക്ക് സമ്മാനിച്ചത്. മീഡിയ ടൈം, മാള.